യെസ് മകളെ, ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ് വരുന്നത്. നോക്കുക, കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് y സ്ക്വയർ ഈക്വൽ ടു 12x ഈസ് ദ പരാബോള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 12x ആണ് എന്നുണ്ടെങ്കിൽ അതിൽ 4a ഈസ് ഈക്വൽ ടു 12 ആണ്, a ഈസ് ഈക്വൽ ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത് 3,0 ആണ്. പി ക്യു ബി ദ ഫോക്കൽ കോഡ് ഓഫ് ദ പരാബോള. എസ് ആണ് അതിൻ്റെ ഫോക്കസ്. പി ക്യു എന്ന് പറയുന്നത് അതിൻ്റെ ഫോക്കൽ കോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ക്യു ബി ദ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ ഫോക്കൽ കോഡ് എന്ന് വിളിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ പി ക്യു എന്ന് പറയുന്നത് ഫോക്കൽ കോഡാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഫോക്കൽ കോഡ് ഓഫ് ദ പരാബോള സച്ച് ദാറ്റ് എസ് പി ഇൻറ്റു പി ക്യു ഈസ് ഈക്വൽ ടു 147/4. അപ്പം എസ് പി ഇൻറ്റു പി ക്യു ഈസ് ഈക്വൽ ടു 147/4 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ അതിൻ്റെ ഡയറക്ട്രിക്സ് ഉണ്ടാവും. അപ്പം ഈ എസ് പി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ലെങ്ത്തും ഈക്വൽ ആണ് പരാബോളയിൽ. ഈ പി ക്യു എന്ന് പറയുന്നത് ഈ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ലെങ്ത്തും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പരാബോളയിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ എസ് പി എന്ന് പറയുന്ന ഈ പി എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പാരാമെട്രിക്കലി കണക്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ AT² 2AT ആണ്. ഈ എ എന്ന് പറയുന്നത് ഈ പരാബോളയിൽ എന്താണ്? 3 ആണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ പിന്റെ കോർഡിനേറ്റ്സ് ഞാൻ 3t² 6t എന്നാവും അല്ലെ. ഫോക്കൽ കോഡിന്റെ എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ T1 ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു എന്താ? -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 3/t² -6/t ആവും. പിയും ക്യൂ ആയി. എസ് എന്താ? 30 ആണ്. എസ് പി ഇൻറ്റു പി ക്യു എന്ന് പറയുന്നത് ഈ പോയിന്റ് M1, ഈ പോയിന്റ് M2. എന്നിട്ട് ഡയറക്ട്രിക്സിന്റെ നിന്നുള്ള ഈ എസ് പിക്ക് പകരം നമുക്ക് എന്തെടുത്താൽ മതി പറ? ഈ എസ് പിക്ക് പകരം M1 ഇൻറ്റു പി എടുത്താൽ പോരെ? M1P എടുത്താൽ പോരെ? കാരണം എന്താ? ഡയറക്ട്രിക്സിൽ നിന്നുള്ള ലെങ്ത് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ എസ് പി ഇൻറ്റു പി ക്യു എന്ന് പറയുന്നതിന് ഞാൻ പകരം എഴുതുന്നു M1P ഇൻറ്റു M2Q എന്ന് എഴുതുന്നു. ഡയറക്ട്രിക്സിൽ നിന്നുള്ള ലെങ്ത് എഴുതുന്നു. അത് 147/4 ആണ്. ഇവിടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? x+3 = 0 ആണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ x+3 = 0 എന്ന് പറയുന്ന ലൈനിൽ നിന്ന് 3t² 6t എന്ന് പറയുന്ന പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക. x+3 = 0. x+3 = 0. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, 3 + 3t² എന്ന് വന്നു. ഏത്? M1 ഇൻറ്റു പി എന്ന് പറയുന്ന 3 + 3t². മറ്റേത് M2Q എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 3 + 3/t². അത് പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഇക്വേഷൻ ആണ്. അത് 147/4 എന്നാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വാഡ്രാറ്റിക് t² വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് t² വാല്യൂ നമുക്ക് 3/4 അതുപോലെ തന്നെ 4/3 കിട്ടും. അതൊരു ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് സോൾവ് ചെയ്യുക. t² വരുന്ന ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ടീന്റെ വാല്യൂ എന്ന് പറയുന്നത് √3/2 -√3/2 അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് +or -2/√3 നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ടീന്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. ടി = ഒരു വാല്യൂ കൺസിഡർ ചെയ്യുന്നു -√3/2. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സിലേക്ക് കൊടുക്കുക. പി എന്ന് പറയുന്നത് 3t² ആണ്. 3t² എന്ന് പറഞ്ഞാൽ 9/4 എന്ന് കിട്ടും. 9/4 -3√3. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് 4,4√3 എന്ന് കിട്ടും. ഞാൻ ആ വാല്യൂ, ആ ടീന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തതാണ്? പിയിലേക്കും ക്യൂയിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനി പി ക്യു ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ഡയമീറ്റർ ഫോമിൽ കൊടുക്കുക. ഡയമീറ്റർ ഫോമിലേക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് x² + y² -25/4x
മൈനസ് √3y മൈനസ് 27 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബീറ്റ മൈനസ് ആൽഫ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 400, ബീറ്റ ഈസ് ഈക്വൽ ടു 1728 കേട്ടോ. ഡയമെട്രിക് ഫോമിൽ 64. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രൂ ഔട്ട് ഒരു 64 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിനെ. ഓക്കെ, ഇനി മോഡ് ബീറ്റ മൈനസ് ആൽഫ, അപ്പൊ 1328 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ.